Hello students, നമ്മളിപ്പോൾ already freedom of present part 1 classes കഴിഞ്ഞു and second part ഇന്ന് ആരംഭിക്കുന്നു. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് Contempt of Courts Act എന്താണ് and censorshipനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കും. Censorshipൽ types of censorship, plagiarism, then what about sting operation, etc. So ഇത്രയും ഈ ഒരു 4 topics കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടൈം കൂടി നോക്കണമല്ലോ, ബിക്കോസ് നമ്മൾ കുറേ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, എനിക്ക് എക്സ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്സ് എത്ര ടൈം വരെ പോകുമെന്ന് നോക്കാം, അതിനനുസരിച്ച് നമുക്ക് പാർട്ടായിട്ട് അതിനെ കട്ട് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഫസ്റ്റ് ടോപ്പിക്, Contempt of Courts Act 1971. Contempt of Courts Act 1971. So ഈ ഒരു ഇയർ നിങ്ങൾ വളരെ ഓർത്തിരിക്കണം. Contempt of Courts Act 1971 is a very complex and lengthy law that journalists have to deal with in their career. Civil contempt pertains willfully disobeying judicial decrees, orders, etc. Criminal contempt of the court is defined as the publication which interferes with or undermines the administration of justice or has a tendency to do so. The media frequently face criminal contempt of court. അപ്പോൾ ഈ ഒരു contempt of courtൽ സിവിലും ഉണ്ട്, ക്രിമിനലും ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് എന്ന് ആദ്യം ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാവും. അതായത് ഒരു അധിക്ഷേപം എന്നൊക്കെ, നമുക്ക് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളൊരു നീതിസഭയെ അവഹേളിക്കുക, അല്ലെങ്കിൽ കോർട്ടുകൾക്ക് അലക്ഷ്യമായി നടക്കുക, കോർട്ട് ഒരു ഉത്തരവിട്ടു അതിനെതിരായി നടക്കുക, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ജമ്മു കാശ്മീരിന്റെ ഇഷ്യൂ വന്ന സമയത്തും, അല്ലെങ്കിൽ ഒരു ചില നിയമങ്ങൾ വന്ന സമയത്ത് അതിനെതിരെ നമ്മൾ കൊടുക്കുന്നത്, അതിനെയൊക്കെയാണ് നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയാം. സോ അത് സിവിൽ ആൻഡ് ദെൻ ക്രിമിനൽ ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊരു വളരെ കോംപ്ലക്സ് ആയ അല്ലെങ്കിൽ വളരെ ഒരു ലെങ്തി ലോ ആണ്. ജേർണലിസ്റ്റ് ഹാവ് ടു ഡീൽ വിത്ത് ഇൻ ദെയർ കരിയർ. ഓക്കെ, ഇപ്പൊ ജേർണലിസ്റ്റുകൾക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ കോടതി നോട്ടീസ് ഒക്കെ വരും. സോ the media frequently face this law. Criminal contempt of court ആണ്. A fair criticism of judgment is not considered a contempt. വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടംപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷേ it is advisable that journalist deals with caution before writing anything more than a straight report of a court case. The journalist should consult a legal expert. ഒരു ലീഗൽ എക്സ്പേർട്ടുമായി സംസാരിച്ച് കൊടുക്കാൻ പോകുന്ന വാർത്ത കൃത്യമാണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ബിക്കോസ് അത് വലിയൊരു തെറ്റായിട്ട് വരും ആൻഡ് നമുക്ക് കോടതി നോട്ടീസ് ഒക്കെ വരും. A court of law has unrestricted right to punish anyone of contempt of court. Legal experts are of different opinions on amending this unrestricted right of the court to punish individuals or organization in the name of contempt of court. Okay, അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം അല്ലെങ്കിൽ at present a court of law has unrestricted right to punish anyone. ആരെ വേണമെങ്കിലും പണിഷ് ചെയ്യുന്നതിനുള്ള ഒരു അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റൈറ്റ് ഈ ഒരു കോർട്ടിനുണ്ട്. അതൊരു contempt of court ആണ്. Legal experts are of different opinions on
amending this unrestricted right of the court to punish individuals or organization. അപ്പോൾ ഇതൊരു അമെൻമെന്റ് ചെയ്യണം അല്ലെങ്കിൽ അമെൻഡ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ലീഗൽ എക്സ്പേർട്ടിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണുള്ളത്. ആര് വേണമെങ്കിലും ശിക്ഷിക്കാം എന്നൊരു തരത്തിലുള്ള അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു നിയമം നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിനൊരു വിലക്കില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോ അത് ശരിയല്ല. അപ്പൊ ഇതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് അതിലൊരു ഇയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് 1971. ഇനി സെൻസർഷിപ്പ് എന്താണ്? സെൻസർഷിപ്പ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സെൻസർഷിപ്പ് ഇല്ലാതെ ഒരു സിനിമയോ ഒരു പാട്ടോ ഒന്നും പുറത്തു വരില്ല. അപ്പോൾ ഇത് എല്ലാത്തിലും സെൻസർഷിപ്പ് ഉണ്ട്. ജനറലി സ്പീക്കിംഗ്, censorship is the control of speech and other forms of human expression. ഒരു ചെറിയൊരു കൺട്രോൾ കൊണ്ടുവരിക എന്നാണ്. പക്ഷെ ഇപ്പോ എത്രത്തോളം അത് കൺട്രോൾ ഉണ്ട് എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മുൻപത്തെ ഒരു ക്ലാസ്സിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല സിനിമകളിലെയും എന്ത് സെൻസർഷിപ്പ് ആണ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംസാരിച്ചു തുടങ്ങി ക്ലാസ് നടക്കില്ല. ഓക്കെ, സോ ലീഗലി സ്പീക്കിംഗ് censorship എന്ന് പറയുന്നത് it involves the attempt of government agencies to curb public forms of communication. These include holding public meetings and protest, publishing books and other written materials, and providing viewpoints and information in newspapers, magazines, radio, TV, ഇന്റർനെറ്റ്. ഇതിലൊക്കെയാണ് സെൻസർഷിപ്പ് ഉള്ളത്. ഇപ്പോ എല്ലാം എന്തും അപ്ലോഡ് ചെയ്യും. ഈവൻ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ അതിലും സെൻസറിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ടൈപ്സ് ഓഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെ സെൻസർഷിപ്പിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നത് മോറൽ സെൻസർഷിപ്പ് ആണ്. മോറൽ സെൻസർഷിപ്പ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മിലിറ്ററി സെൻസർഷിപ്പ്. Then political censorship, and religious censorship, corporate censorship, then internet സെൻസർഷിപ്പ്. അപ്പൊ എന്തിലൊക്കെയാണ് സെൻസർഷിപ്പ് നടക്കുന്നത്? മോറൽ സെൻസർഷിപ്പ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ആർ ഒബ്സീൻ ഓർ അതർവൈസ് കൺസിഡേർഡ് മോറലി ക്വസ്റ്റ്യനബിൾ. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു പേജിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാച്ചിട്ട് ചെയ്യാം അല്ലെ, അതാകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. നിങ്ങളിതൊക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് അല്ല, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓരോ സെൻസർഷിപ്പ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യൂ. മോറൽ സെൻസർഷിപ്പ് എന്താണ്? ഇതിന്റെ എക്സാമ്പിൾ വന്നിട്ട് പോണോഗ്രഫിയാണ്. ഒരു പോണോഗ്രഫി എന്ന് പറയുന്നത് ഒരു മോറൽ സെൻസർഷിപ്പിന്റെ നമ്മൾ മോറൽ സെൻസർഷിപ്പ് ആണ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ആർ obscene or otherwise considered morally questionable ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് മോറൽ സെൻസർഷിപ്പ് ആണ്. What is military censorship? Military censorship പറഞ്ഞാൽ എന്താണ്? It is the process of keeping military intelligence and tactics confidential. എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. ആൻഡ് away from the enemy. ഒരു എനിമിയിൽ നിന്ന്, എനിമി വരുമ്പോൾ ഇന്ത്യയുടെ എനിമി ആയിട്ട് വരുന്ന അതർ കൺട്രീസ് ഓക്കെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരിൽ നിന്നൊക്കെ ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയി വെക്കുന്നതിനെയാണ് മിലിറ്ററി സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അത് മിലിറ്ററിയിൽ നടക്കുന്നുണ്ട്, പൊളിറ്റിക്കലി നടക്കുന്നുണ്ട്. Political censorship ഉണ്ട്. What is political censorship? It occurs when governments hold back information from their citizens. അവരുടെ സിറ്റിസണിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. This is often done to exert control over the population and prevent free expression that might encourage rebellion. Okay. Then religious censorship ഉണ്ട്. What is religious censorship? Religious censorship എന്താണ്? It is the means by which any material considered objectionable by a certain faith is removed. This often involves a dominant religion forcing
limitations on less prevalent ones. Alternatively, one religion may shun the works of another when they believe the content is not appropriate for the faith. അതായത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ഒബ്ജെക്ഷനബിൾ അപ്പം ബൈ എ സർട്ടൻ ഫെയ്ത്ത് ഇസ് റിമൂവ്ഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ റിലീജിയസ് സെൻസർഷിപ്പ് നടക്കുന്നുണ്ട്. ഈ മതപരിവർത്തനമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷെ അതിനെതിരെയൊക്കെ ഈ ഒരു സെൻസർഷിപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദെൻ കോർപ്പറേറ്റ് സെൻസർഷിപ്പ് അത് പറഞ്ഞാൽ which editors and corporate media outlets intervene to disrupt the publishing of information that portrays their business or business partners in negative light. Okay. Then internet censorship and the internet varuna atharam karyangalokke. Digital revolution sweeping across the world has awakened governments to impose stringent censorship on the internet. Most countries, including democratic countries, have cyber laws ഒക്കെ ഉണ്ട്. cyber security ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സെൻസർഷിപ്പ് ആണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഈ ഒരു മോറൽ സെൻസർഷിപ്പും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ തന്നിട്ട് ഇത് ഏത് സെൻസർഷിപ്പ് ആണെന്നൊക്കെ മേ ബി ക്വസ്റ്റ്യൻ വരാം. ഇനി നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പ്ലാഗിയാരിസം ആണ്. പ്ലാഗിയാരിസം. അപ്പോൾ നിങ്ങൾ ഞാൻ എഴുതുന്നതിന്റെ കൂടെ എഴുതുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം പ്ലാഗിയാരിസം എന്ന് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യ ചോരണം എന്നൊക്കെ പറയും, രചനാമോഷണം എന്നൊക്കെ പറയും. നമ്മൾ ഒരു ആളുടെ രചന മോഷ്ടിച്ചിട്ട് ഇത് എന്റെയാണ് എന്ന് പറയാം. അത് ഇതിനൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദീപാ നിശാന്ത്, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, ദീപാ നിശാന്ത് ഒരാളുടെ കവിത എടുത്ത് മോഷ്ടിച്ചിട്ടു. വൈശാഖ് എങ്ങനെ എന്തോ ആണ് ആളുടെ പേരെന്ന് നോക്കുമ്പോൾ ഞാനൊരു 2018 ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പ്ലാഗിയാരിസം എന്നാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. സോ ഇപ്പൊ കറന്റ്ലി ഈ പ്ലാഗിയാരിസം റിലേറ്റഡ് ആയിട്ട് ഒരു രചനാമോഷണം ഒക്കെ ഉണ്ട്. അപ്പോൾ plagiarism important ആണ്. The practice of taking someone else's work or ideas and passing them off as one's own is generally described as plagiarism. നമ്മൾ ഈവൻ ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഒരു സാധനം കോപ്പി എടുക്കുമ്പോൾ പോലും നമ്മൾ അവിടെ കടപ്പാട് എന്ന് എഴുതിയിട്ട് ആളുടെ പേര് ഇങ്ങനെ #ഒക്കെ ഇട്ടിട്ട് ആളുടെ പേരൊക്കെ എഴുതി വെക്കാറുണ്ട് അല്ലെ? അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അത് ഒരാളെ കോപ്പി ചെയ്തിട്ട് എന്റെയാണെന്നുള്ള രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അത് തെറ്റാണ്. അപ്പോൾ നമ്മളുടെ പോസ്റ്റുകളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. It is generally described as plagiarism and it involves stealing someone else's intellectual work. അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇന്റലക്ച്വൽ ആയിട്ടുള്ള വർക്ക്സ് and presenting them as one's own original work. Plagiarism in academia and journalism has a centuries-old history, but the emergence of the internet, the physical act of copying the work of others, has become much easier. Manually checking a big text for plagiarism is a time-consuming process. അതൊരു വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ് മാനുവലി ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ ഇന്റർനെറ്റ് ഒക്കെ വന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് ആരൊക്കെ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ബാരിയർ ഇസ് എഫക്റ്റീവ്ലി ഓവർകം വിത്ത് ദ യൂസ് ഓഫ് ഡിജിറ്റൽ ടൂൾസ്. ഓക്കെ, ദേ ആർ ഫാസ്റ്റ്. ഡിജിറ്റൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ്, റിലയബിൾ ആണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് എ പ്ലാഗിയാരിസം ചെക്കർ ടൂൾ പ്രൊവൈഡ്സ് റിസൾട്ട്സ് വിത്തിൻ സെക്കൻഡ് ഓഫ് റണ്ണിങ് ദ ടെസ്റ്റ്. വളരെ പെട്ടെന്ന് നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും എവിടെ നീ കോപ്പി ചെയ്തതാണെന്ന് അറിയാൻ. Helping the checker establish the authenticity of work. There are many digital tools. അത് ഏതൊക്കെ ടൂൾസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. യൂണിറ്റ് ചെക്ക് പ്ലാഗിയാരിസം ചെക്ക് ചെയ്യുന്ന ആണ്. പ്ലാഗ് സ്കാൻ, then ഗ്രാമർലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാമർലി, Plagram, then Plague Tracker. Are some of the popular anti-plagiarism softwares. Anti-plagiarism softwares ആണിത്. ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആന്റി-പ്ലാഗിയാരിസം സോഫ്റ്റ്വെയർസ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്താണെന്ന്
നോക്കാം. What is sting operation? Sting operation എന്ന് പറഞ്ഞാൽ it can be defined as an operation designed to catch a person committing a crime by means of deception. For example, നമ്മുടെ മോഹൻലാലിന്റെ ഒരു ഫിലിം ഉണ്ട് റൺ ബേബി റൺ. അതിൽ അമലപ്പോളും മോഹൻലാലും കൂടെ വളരെ ആരും അറിയാതെ നടത്തുന്ന ഒരു സംഭവം ഉണ്ട്. ദാറ്റ് ഇസ് സ്റ്റിംഗ് ഓപ്പറേഷൻ. സ്റ്റിംഗ് ഓപ്പറേഷൻ ആ സിനിമയുടെ പേര് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സ്റ്റിംഗ് ഓപ്പറേഷൻ, ദ വേർഡ് സ്റ്റിംഗ് derives from American usage to mean a police undercover operation designed to trap criminals. When these techniques are applied by a journalist to unearth exclusive information, and ഇതിനെ നമ്മൾക്ക് investigative journalism എന്ന് വിളിക്കാം, undercover journalism എന്ന് വിളിക്കാം, undercover journalism എന്ന് വിളിക്കാം, അല്ലെങ്കിൽ sting operation എന്ന് വിളിക്കാം. In a general sense, sting operation is an information gathering exercise where facts are not easy to obtain by simple request and searches. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇതിന് പോസിറ്റീവ് ഉണ്ട്, then നെഗറ്റീവും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നമുക്ക് നോക്കാം. On the basis of the purpose, sting operations can be classified as positive and negative. Positive sting operation is the one which results in the interest of the society. സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്കിൽ, നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡാണ് അല്ലേ. സോ ഇപ്പം ഒരു ജേർണലിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും. It is carried out in the public interest. Due to positive sting operation, society is benefited because it makes government and other entities responsible and accountable. പക്ഷേ നെഗറ്റീവ് എന്താണ്? On the other hand, the negative sting operations do not benefit society, but they do harm the society and individuals. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, it unnecessarily violates the privacy of the individual without any benefits to society. ഒരു സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല, പക്ഷെ ഒരു ആളുടെ പ്രൈവസിയിൽ കയറിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാളുടെ പ്രൈവസിയിൽ കയറാനുള്ള അധികാരവും ഇല്ല. നല്ല കാര്യത്തിനാണ് എങ്കിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ കോർട്ടോ നമ്മൾക്ക് അത് ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നല്ലോ, നല്ല നടപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ശരിക്കും do we need sting operations? The media plays an important role in a democratic society, of course. Sting operations are methods of uncovering information. Already I told you, the heart of journalism has to be public interest. അപ്പം ജേർണലിസത്തിന്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? That should be a public interest. Okay. And sting operations serve public interest. If journalism is committed to democratic accountability, then the question that needs to be asked is whether the public benefits as a result of specific sting operation. So, ഇതിൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ പറയാൻ സാധിച്ചിരിക്കണം. Does the press fulfill its social responsibility in revealing wrongdoing? Whose internets are being affected? Then is the issue a matter of legitimate? Then whose rights are being invaded? There are questions, okay, which need to be answered when going for a sting operation or going for making a legislation on it. So, ഇത്രയേ നമുക്ക് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്മൾ സ്റ്റിംഗ് ഓപ്പറേഷൻസിനെ കുറിച്ച് നോക്കി. പ്ലാഗിയാറിസം, ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെൻസർഷിപ്പ്. മോറൽ സെൻസർഷിപ്പ് ഉണ്ട്, മിലിറ്ററി സെൻസർഷിപ്പ് ഉണ്ട്, പൊളിറ്റിക്കൽ, റിലീജിയസ്, കോർപ്പറേറ്റ്, ഇന്റർനെറ്റ്. ദെൻ വാട്ട് ഇസ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ ഓഫ് സ്പീച്ച് ആൻഡ് അതർ ഫോംസ് ഓഫ് ഹ്യൂമൻ എക്സ്പ്രഷൻ, അതാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ Contempt of Courts Act 1971 ആണ്. ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് 2005 നിലവിൽ വന്നത്, 2005 ഒക്ടോബർ 12. ദെൻ വാട്ട് ഇസ് ഡിഫേമേഷൻ എന്ന് നമ്മൾ നോക്കി. ഡിഫൻസസ് എഗെയിൻസ്റ്റ് ഡിഫേമേഷൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി.
ആർട്ടിക്കിൾ 19(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് പറയുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. സോ ഫ്രീഡം ഓഫ് പ്രസ് എന്നൊരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കിനി ആക്ടുകളൊക്കെ ചേർന്ന് വേറൊരു ക്ലാസ് നമുക്ക് എന്തായാലും എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു.